ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സെക്ഷന്റെ പേര് ഇൻവേഴ്സ് അഡീഷൻ പ്രോബ്ലം. ഈ എനിക്ക് തോന്നുന്നു എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഒരു സെക്ഷൻ കൂടിയാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. അതേപോലെ അതിന്റെ സബ്സ്ട്രാക്ഷൻ്റെതുണ്ട്. ഈ രണ്ട് ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ അതിലെ ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ടോട്ടൽ 16th ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് tan inverse 1 by 2 plus tan inverse 2 by 11 which is equal to tan inverse 3 by 4. നിങ്ങൾ പറയണേ ഇത് ഏതിന് സിമിലർ ആണ്? നോക്കൂ, x 1 by 2 ആണ്, 2 by 11 എന്നുള്ളത് y ആണെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടല്ലോ. ഏതാണ്? tan inverse x plus tan inverse y equal to tan inverse of x plus y by 1 minus xy അല്ലേ? ഇതാണ് ഫോർമുല. ഈ ഫോർമുല പഠിച്ചാൽ മതി. ഇവിടെ കണ്ടീഷൻ എന്തായിരുന്നു? എക്സ് വൈ എന്തായിരിക്കണം? ലെസ് ദാൻ 1 ആയിരിക്കണം എന്നല്ലേ? ഓക്കെ, ഇവിടുത്തെ എക്സ് വൈ പറ. എക്സ് ആണ് 1/2 ആണ്, 1/2 2/11 ആണ്, 1/11 1/11 ലെസ് ദാൻ 1 അല്ലേ? അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ചെയ്തു നോക്കാം. ടാൻ ഇൻവേഴ്സ് അല്ലേ നമുക്ക് ചെയ്യാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1/2 plus 2/11 divided by 1 minus 1/2 into 2/11. Very clear അല്ലേ? The next one പറ. tan inverse ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 11 plus അല്ലേ? 11 plus 4 by 22 അല്ലേ? ഇവിടെ പറയും 1 minus 2 cancel ചെയ്യുമ്പോൾ 1/11. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പറഞ്ഞോളൂ. tan inverse 15 അല്ലേ? 15/22 divided by ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ എന്താണ്? 11 minus 1 അല്ലേ? 11 minus 1 ആണ് ആരാ? 11 minus 1 is equal to 10/11 അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. tan inverse of പറഞ്ഞോളൂ 15/22 is equal into 11/10 അല്ലേ? നേരെ ഫിക്സ് ചെയ്തി കൂടെ. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നോക്കാം. tan inverse of 15 ഉം 10 ഉം എത്ര കട്ട് ചെയ്യുമ്പോൾ എന്തായി? ഇവിടെ എന്ത് വന്ന് നമുക്ക് എന്ത് ചെയ്താം? 3 ഉം 2 ആയി. ഇവിടെ 3 then 2 then അതേപോലെ തന്നെ 11 ഉം 22 കട്ട് ചെയ്താൽ ഇവിടെ എന്തായി? ഇവിടെ 2 അല്ലേ? ആൻസർ ആയല്ലോ. അപ്പൊ ഇത് നേരെ ഡയറക്റ്റ് ഉത്തരമായി. പറഞ്ഞോളൂ. 3/22 എത്ര? 4 ആയി. ഇതല്ലേ നമുക്ക് തെളിയിക്കണ്ടേ? LHS equal to RHS നമുക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കോളൂ. Then next question, ഈ സെക്ഷനിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 17th one. Prove that tan inverse 1/5 plus tan inverse 1/7 plus tan inverse 1/3 plus tan inverse 1/8 equal to pi/4. അപ്പോൾ എന്താ ഇവിടെ 4 സംഭവം ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളോട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം നമുക്ക് ആദ്യം ചെയ്യാം. ഓക്കെ, നമ്മൾ LHS എന്ത് ചെയ്യാൻ പറയും? ആദ്യം ഫസ്റ്റ് വൺ tan inverse 1/5 plus tan inverse 1/7. ഓക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. പ്ലസ് tan inverse 1/3 plus tan inverse 1/8. ഓക്കെ, ഐഡിയ ക്ലിയർ അല്ലേ? നമ്മുടെ റിസൾട്ട് ഉണ്ട്. ഇത് x ഇത് y. എന്തായാലും tan inverse x plus tan inverse y. tan inverse x plus tan inverse y എന്ന് പറഞ്ഞാൽ എന്താ? tan inverse of അല്ലേ? റിസൾട്ട് നമുക്ക് അറിയുന്നതാണ്. tan inverse of x plus y. ഇത് x 1/5 ആണ് പ്ലസ് y എന്ന് പറഞ്ഞാൽ 1/7 ആണ് divided by 1 minus 1/5 into 1/7. ക്ലിയർ? പ്ലസ് ഇവിടെ പറഞ്ഞോളൂ. tan ഇത് x ആണ്, അത് y ആണ് അല്ലേ? ഇത് 1/3x, ഇത് y. അങ്ങനെയാണ് നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. പറ. tan inverse of 1/3 plus 1/8 divided by 1 minus 1/3 into 1/8. ഇത് ക്ലിയർ അല്ലേ? ബാലൻസ് ഉള്ള പറഞ്ഞോളൂ. tan inverse ന്യൂമറേറ്റർ ക്രോസിംഗ് ആണ് അല്ലേ? അപ്പോൾ എന്താണ്? 1 into 7 7 plus 5 7 plus 5 എന്നാണ് എത്ര വരും? 12 അല്ലേ? അപ്പോൾ 12 divided by 35. അങ്ങനെ 35 7 into 5 35 അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലേ? divided by 1 minus ഇതെന്താ? ഇത് മൾട്ടിപ്പിൾ ആണ്. ഇവിടെ ക്രോസ് ചെയ്യരുത്. 1 into 1 1 7 into 5 35 1/35 അവിടെ നിൽക്കട്ടെ. then plus ഇവിടെ പറ
tan inverse of ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 1 into 8 8 plus 1 into 3 3 then എത്രയാ 11 by 3 into 8 24 divided by 1 minus 1 into 1 1 by 24 ഇത് ക്ലിയർ അല്ലേ ഇനി അടുത്ത പറ tan inverse of 12 by 35 divided by the cross ചെയ്യുമ്പോൾ 34 by 35 then plus tan inverse of 11 by 24 divided by ഇവിടെ cross ചെയ്യുമ്പോൾ 23 by 24 അല്ലേ 1 into 24 24 24 minus 1 23 then 24 24 cancel 35 35 cancel balance നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞോളൂ balance എന്താ tan inverse of മുകളിൽ 12 by 34 plus tan inverse of 11 by 23 ഐഡിയ ക്ലിയർ ആണോ നോക്കൂ എന്താ ചെയ്തെന്നുള്ള ക്ലിയർ അല്ലേ ഓക്കേ അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് വീണ്ടും ഇത് x ഇത് y അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു tan inverse x plus tan inverse y എന്ന ഫോർമുല ആയി then നമുക്ക് ഫോർമുല നമുക്ക് അറിയാം tan inverse of x plus y അല്ലേ അപ്പോൾ അതിന്റെ ബാക്കിയാണ് ഇവിടെ ചെയ്യാൻ പോണേ tan inverse of ഇവിടുത്തെ x ആണ് 12 by 34 plus 11 by 23 divided by 1 minus 12 by 34 into 11 by 23 ഐഡിയ ക്ലിയർ അല്ലേ ഓക്കേ ബാക്കി നമുക്ക് ചെയ്യാം ക്രോസ് ചെയ്യാം 12 into 23 ഇപ്പോൾ പറഞ്ഞോളൂ tan inverse of 12 into 23 276 plus 11 into 34 374 divided by 34 into 23 782 clear alle okay clear ആണ് then all divided by 1 minus അല്ലേ 12 into 11 എന്ന് പറഞ്ഞാൽ എത്ര 132 divided by 34 into 23 എന്ന് പറഞ്ഞാൽ 782 clear അല്ലേ okay then മുകളിൽ എന്ത് വന്നു tan inverse of 276 plus 374 650 clear divided by 782 all divided by cross ചെയ്യുമ്പോൾ 782 minus 132 by 782 കട്ട് ചെയ്തൂടെ ബാക്കി എന്ത് വന്നു tan inverse of 650 by 782 minus 132 650 again ഇതൊന്ന് 1 വന്നു again നമുക്ക് ഉത്തരം അറിയാലോ tan inverse 1 എന്താ tan inverse 1 പ്രിൻസിപ്പൽ വാല്യൂ നമ്മൾ ഫസ്റ്റ് പഠിച്ചു tan ന്റെ ഏത് വാല്യൂ കൊണ്ട് വരുന്നത് എളുപ്പത്തിൽ അറിയാം 45 again pi by 4 അതല്ലേ തെളിയിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഉത്തരമായി pi by 4 ഇതല്ലേ ചെയ്യേണ്ടത് ഒരുപാട് തവണ എക്സാം പ്രീവിയസ് ഇയർ നമ്മൾ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 3 തവണ നമ്മൾ ആ tan inverse x plus tan inverse y എന്ന റിസൾട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ റിസൾട്ട് കുട്ടിക്ക് അറിയാം ബാക്കിയൊക്കെ കാൽക്കുലേറ്റർ നമുക്ക് എക്സാം കാൽക്കുലേറ്റർ അലോഡ് ആണല്ലോ അപ്പോൾ ഈ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ അറിയെങ്കിൽ ഈസി ആയിട്ട് 4 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നോക്കിക്കോളൂ എന്നിട്ട് എടുത്തു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18th ആൻഡ് 19th രണ്ട് ക്വസ്റ്റ്യൻ നോക്കുക നമ്മൾ മുമ്പ് ചെയ്ത അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിവിടെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇതിന്റെ ഹിന്റ് മാത്രം പറഞ്ഞു തന്ന് നിങ്ങളിത് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഞാൻ മുമ്പത്തെ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് വൺ പ്രൂവ് ദാറ്റ് tan inverse 2 by 11 plus tan inverse 7 by 24 it is equal to tan inverse 1 by 2 അല്ലേ ഇവിടെ എന്താ നേരത്തെ അതേപോലെ x എന്നുള്ള 2 by 11 ആണ് y എന്നുള്ളത് 7 by 24 ഇപ്പോൾ tan inverse x plus tan inverse y ഫോർമുല ഉണ്ടല്ലോ tan inverse x plus y by tan 1 minus xy ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം ഫൈനൽ ഉത്തരം നമുക്ക് എന്ത് കിട്ടും 1 by 2 കിട്ടും ഓക്കേ ഇനി 19th ക്വസ്റ്റ്യൻ നോക്കുക പ്രൂവ് ദാറ്റ് 2 tan inverse 1 by 2 plus tan inverse 1 by 7 equal to tan inverse 31 by 17 ഇവിടെ ഒരു വ്യത്യാസമുള്ള 2 tan inverse 1 by 2 എന്നാണ് എന്താ 2 tan inverse 1 by 2 എന്നാ 2 tan inverse 1 by 2 എന്നാണ് അപ്പോൾ 2 tan inverse 1 by 2 നെ നമുക്ക് എന്ത് ചെയ്യാം tan inverse 1 by 2 plus tan inverse 1 by 2 എന്ന് എഴുതി കൂടെ അല്ലേ രണ്ട് തേങ്ങ എന്നുള്ളതിനെ തേങ്ങ പ്ലസ് തേങ്ങ എന്ന് എഴുതി കൂടെ പ്രശ്നമില്ലല്ലോ അപ്പോൾ അതേ രൂപത്തിൽ എഴുതി കൂടെ പറ 2 tan inverse 1 by 2 നെ tan inverse 1 by 2 plus tan inverse 1 by 2
plus tan inverse 1/7. ഓക്കെ, ഇങ്ങനെ എഴുതി കൂടെ? പ്രശ്നം ഉണ്ടല്ലോ? പ്രശ്നം ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇത് വേറെ രീതിയിലും ചെയ്യാം. നമുക്ക് ഇതാണ് ഏറ്റവും നല്ല. ഈ ഒരു ഫോർമുല പഠിച്ചാൽ ഇത് ചെയ്യണതോ ഏറ്റവും ബെനിഫിറ്റ് ആവാം. ഇത് ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഈ എക്സ് കൊടുത്തൂടെ? അപ്പൊ ഇതിന് ഉത്തരം പ്ലസ് ഇത് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? ചെയ്ത് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഇതിന് കൂടെ തന്നെ കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പൊ ഇത് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യും? ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? പറയാം, നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാം. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോൾവ് tan inverse 2x plus tan inverse 3x equal to π/4. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോൾവ് എന്നാണ് അതിന്റെ മീനിങ്. എന്താ? സോൾവ് ചെയ്യാനാണ്. എക്സിന്റെ വാല്യൂ ആണ്. ഈ ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ വർഷത്തെ പബ്ലിക് 2020 പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഇതിന്റെ എക്സിന്റെ വാല്യൂ കാണാനാണ്. അപ്പൊ നോക്കിക്കോളൂ. നമുക്ക് എന്ത് ചെയ്യാം? tan inverse x plus tan inverse y അല്ലേ? ഇത് x ആണ്, ഇത് y ആണ്. നമ്മുടെ ഫോർമുല എന്തായിരുന്നു? tan inverse x plus tan inverse y is equal to tan inverse x plus tan inverse y is equal to tan inverse of x plus y. ഇവിടെ x ആണ് 2x ആണ് plus 3x divided by 1 minus 2x into 3x which is equal to π/4. Okay, clear അല്ലേ? പറ. 2x plus 3x എത്ര? 5x. ഐഡി ക്ലിയർ അല്ലേ? 2x plus 3x അല്ലേ? 2 തേങ്ങ plus 3 തേങ്ങ is equal to 5 തേങ്ങ. അപ്പോൾ എഴുതാം. പറ. tan inverse 5x divided by 1 minus 2x into 3x എത്ര? 6x ആണ്. അല്ല, പലരും 6x എന്ന് മാത്രമേ എഴുതൂ. അത് തെറ്റാണ്. 6x square 2 into 3 6 then x into x x square. ഐഡി ക്ലിയർ അല്ലേ? equal to π/4. ഇനി ഈ tan inverse ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? tan ആയിട്ട് മാറി. അപ്പോൾ എന്തായി? 5x by 1 minus 6x square equal to tan. അപ്പോൾ താരണ്ട് π/4 ഉണ്ട്. tan π/4 ന്റെ വാല്യൂ എന്താ? 1 ആണ്. നമുക്ക് അറിയാം tan 45 is equal to 1. അത് അപ്ലൈ ചെയ്യാം. 5x by 1 minus 6x square is equal to 1. ഡയറക്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്തുകൂടെ? 5x equal to 1 minus 6x square. ഒരു ഓർഡർ ചെയ്തു. അതൊക്കെ പുറത്ത് കൊണ്ടുവരുമ്പോൾ പറ. minus 6x1 plus 6x square plus 5x minus 1 equal to 0. ഇത് ആരാ മക്കളെ? 6x square plus 5x minus 1 equal to 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? സോൾവ് ചെയ്യാൻ നമുക്ക് അറിയാലോ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു. ദെൻ 10th ഒക്കെ പഠിച്ച കാര്യമാണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? x is equal to minus b plus or minus root b square minus 4ac by 2a. ക്ലിയർ? ഇവിടെ a എത്രയാണ്? 6, b എത്രയാണ്? 5, c എത്രയാണ്? -1. അപ്ലൈ ചെയ്യുക. minus 5 plus or minus root of b square 5 into square 25 minus 4 into 6 into minus 1 divided by 2 into 6. Then minus 5 plus or minus root 25 plus 24. 4 into 6 24 into minus 1 ആണ് plus 24 divided by 12. ഇത്രയല്ലോ minus 5 plus or minus root 49 by 12. The root 49 7 അല്ലേ? plus or minus 7 by 12. ഇത്രയായി. minus 5 plus 7 by 2 or minus 5 minus 7 by 12 അല്ലേ? അതിന് ഉത്തരം എത്ര? 2 by 12 or minus 12 by 12. അപ്പോൾ x is equal to 1 by 6 or minus 1. Okay. ഒരിക്കലും നമ്മൾ എന്തെങ്കിലും എടുക്കൂല. നമ്മൾ സോൾവ് x is equal to 1 by 6 ആണ്. x ഒരിക്കലും എന്തെങ്കിലും പറയില്ല, നെഗറ്റീവ് പറയില്ല. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? x is equal to 1 by 6. വളരെ സിമ്പിൾ ആണല്ലോ അല്ലേ? നമ്മൾ ആ ഫോർമുല tan inverse x plus tan inverse y ന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് ഈ tan inverse നെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? tan ആയി. അപ്പോൾ tan by4 ന്റെ വാല്യൂ കൊടുത്തു, ക്രോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഒരു ഓർഡറിൽ എഴുതി. ആ ഓർഡറിൽ എഴുതിയപ്പോൾ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്താൽ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയുന്നതല്ലേ? അല്ലേ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ? ഓക്കേ, അതിൽ കൊടുത്തു. ഒരു രണ്ട് ആൻസർ കിട്ടി. 1 by 6 ഉം -1. നമ്മൾ എന്ത് ചെയ്യൂല? നെഗറ്റീവ് എടുക്കൂല, പോസിറ്റീവ് ആൻസർ പറയണം. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21. ഷോ ദാറ്റ് sin inverse 3/5 minus sin inverse 8/17 is equal to cos inverse 84/85 എന്നാണ്.
ഓക്കെ. അപ്പൊ നേരത്തെ നമ്മളൊക്കെ ചെയ്തതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞത് എന്തായിരുന്നു? ടാനിലായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ ഒരു റിസൾട്ട് ഫോർമുല പഠിച്ചിട്ടില്ല. സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ ഫോർമുല ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിവിടെ ചെയ്യാൻ പോണത് ഇതിനൊക്കെ നമ്മൾ എന്തിലേക്ക് മാറ്റാൻ പോവാണ്? ടാനിലേക്ക് മാറ്റാൻ പോവാണ്. ഓക്കെ, ടാനിലേക്ക് മാറ്റാൻ പോകണം. അപ്പൊ ഞാൻ ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ എ ബി സി, വളരെ എളുപ്പത്തിൽ കിട്ടി. ഇതാണ് നമ്മുടെ ആംഗിൾ എന്ന് വിചാരിക്കാം, തീറ്റ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണ് പറ. സൈൻ എന്ന് പറഞ്ഞ ആരായിരുന്നു? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് 3, ഇത് 5. അങ്ങനെയാണെങ്കിൽ ബി സി എന്തായിരിക്കും? ബി സി നമുക്കറിയാം, നമുക്കറിയാലേ പൈതഗോറസ് പ്രിൻസിപ്പിൾ പ്രകാരം പറ. ബി സി ഈക്വൽ ടു റൂട്ട് എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ എന്നാണ്. അത് പ്രകാരം ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? പറഞ്ഞോളൂ. റൂട്ട് 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എന്ത് വന്ന്? 4 വന്നില്ലേ? ഓക്കെ, അപ്പൊ ഉത്തരത്ത് 4 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇതിന് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ പറ. ട്രയാങ്കിൾ നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പൊ ട്രയാങ്കിൾ വരച്ചു. ദെൻ അഗൈൻ എ ബി സി എന്ന് നെയിമിംഗ് ചെയ്തു. എങ്ങനെ നിങ്ങൾക്ക് പറയാം എന്താണ് സൈൻ എന്ന് പറഞ്ഞാൽ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് അല്ലേ? ഇവിടുത്തെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ് ബൈ 70. അങ്ങനെയാണ് ബി സി നേരത്തെ അതേപോലെ നമുക്ക് കാണാം. പറഞ്ഞോളൂ. 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ ഉത്തരം എത്ര? 15. ഓക്കെ, അപ്പൊ 15 വന്നു. ക്ലിയർ അല്ലേ? 225 വരാം. 225 റൂട്ട് എന്താണ്? 15. ഐഡിയ ക്ലിയർ അല്ലേ? ലാസ്റ്റ് കോസ് ഇൻവേഴ്സിന്റെയും ഇതേ രൂപത്തിൽ ഒരു ട്രയാങ്കിൾ നമ്മൾ അസ്യൂം ചെയ്യാണ്. അത് വരച്ചു. ദെൻ നെയിമിംഗ് കൊടുത്തു എ ബി സി. ദെൻ പറ എന്താണ് കോസ് എന്ന് പറഞ്ഞാൽ? അഡ്ജസന്റ് സൈഡ് ബൈ അല്ലേ? കോസ് എന്താ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. അപ്പൊ അഡ്ജസന്റ്, ഇതിന്റെ അഡ്ജസന്റ് ആണ് ഇതാണ്. ബി സി അല്ല അഡ്ജസന്റ്. ദെൻ എ സി ആണ് 85. അങ്ങനെയാണ് എ ബി നമുക്ക് കാണാം. എ ബി സി ഈക്വൽ ടു ഏത് റൂളാണ്? പൈതഗോറസ് പ്രിൻസിപ്പിൾ അല്ലേ? ദെൻ പറ എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? പറ 85 സ്ക്വയർ മൈനസ് 84 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് 169. എത്രയാ? 13 അല്ലേ? ഉത്തരം 13. ക്ലിയർ ആണോ? ഇത്രയും കാര്യമൊക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്തതിലേക്ക് പോകാം. നോക്കിക്കോളൂ. ഇത് സൈൻ അല്ലേ? ഇതിലേക്ക് ടാനിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തൂടെ? അപ്പൊ പറ ടാൻ ഇൻവേഴ്സ്. ഈ ട്രയാങ്കിളിൽ നിന്ന് നിങ്ങൾക്ക് ടാൻ പറയാലോ. എന്താ ടാൻ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് എന്താ? 3 അല്ലേ? അപ്പൊ 3/4. അപ്പൊ എന്താ? ടാൻ ഇൻവേഴ്സ് 3/4. അവിടെ നിൽക്കുക. ക്ലിയർ അല്ലേ? ഈ മൈനസ് അതുപോലെ. ഓക്കെ, ഇനി പറ സൈൻ ഇൻവേഴ്സ് 8/17 പകരം നിങ്ങൾക്ക് അതിനെ ടാനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ ടാനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ നോക്കി നിങ്ങൾക്ക് പറയും ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ ഓപ്പോസിറ്റ് ആണ് 8 അല്ലേ? അപ്പൊ ടാൻ ഇൻവേഴ്സ് 8/15 അല്ലേ? 8/15 ഈസ് ഈക്വൽ ടു then ഇവിടെ cos inverse 84/85 ആണ്. അതിനെ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും ടാനിലേക്ക്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടാൻ പറ. അപ്പോൾ എന്താ? tan inverse ഓപ്പോസിറ്റ് ആണ് 13/84. ക്ലിയർ അല്ലേ? ഇപ്പോൾ നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതി. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായി? tan inverse 3/4 minus tan inverse 8/15 equal to tan inverse 13/84. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ഇനി ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ പ്രൂവ് ചെയ്യും? ഇത് പറ. ഇവിടെ x എന്നുള്ളത് 3/4 ആണ്. ഇവിടെ y എന്നുള്ളത് 8/15 ആണ്. അങ്ങനെയാണ് നമ്മുടെ ഫോർമുല ഉണ്ടല്ലോ. ഫോർമുല ഞാൻ സൈഡിൽ ഒന്ന് ഡിനോട്ട് ചെയ്യാണ്. tan inverse x minus tan inverse y എന്ന് പറഞ്ഞാൽ ആരാ? tan inverse of x minus y by 1 plus xy അല്ലേ? ഓക്കേ, ക്ലിയർ അല്ലേ? ഓക്കേ, ഇനി അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. നോക്കിക്കോളൂ. tan inverse of ബാക്കി പറ. tan inverse of x ആണ് 3/4 minus y എന്ന് പറഞ്ഞോളൂ 8/15 divided by 1 plus 3/4 into 8/15. ക്ലിയർ അല്ലേ? ഓക്കേ, then ഒന്നും കൂടി tan inverse ക്രോസ് ചെയ്യുമ്പോൾ 3 into 15 എന്ന് പറഞ്ഞാൽ എത്ര? 45 minus 4 into 8 എന്ന് പറഞ്ഞാൽ എത്ര? 4 into 8 എത്രയാണ്? 32 by 4 into 15 എന്ന് പറഞ്ഞാൽ 60 അല്ലേ? 60 അല്ലേ? divided by 1 plus ഇതിന്റെ എന്താ? 3 into 8 3 into 8 എത്ര? 24
4 by 4 into 15 എന്നാ 60. ഓക്കെ, then അതിന്റെ ബാക്കി ഇവിടെ എഴുതാൻ പോണേ. നോക്കാം. tan inverse 45 minus 32. 45 minus 32 എത്ര വരും? 45 minus 32 ആണ് എത്ര? നമുക്ക് 45 minus 32 ആണ് 13. ഓക്കേ, ബൈ അതിന് താഴെ ആരാണുള്ളത്? 60. അതവിടെ നോക്കണേ. then ഈ താഴെ ക്രോസിംഗ് അല്ലേ? 1 into 60 60 അതാ 60 പ്ലസ് ആരാണുള്ളത്? 24 by 60. ഓക്കേ, 60 കറക്റ്റ് അല്ലേ? then അടുത്ത പറയാം. tan inverse of 13 by 84. ഇതാണോ നമുക്ക് തെളിയിക്കേണ്ടത്? നോക്കൂ അല്ലേ, നമുക്ക് എന്ത് പറയാം? LHS equal to RHS എന്ന് പറഞ്ഞൂടെ? അപ്പൊ ഒന്നും കൂടി നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഷോ ദാറ്റ് sin inverse 3/5 minus sin inverse 8/17 is equal to cos inverse 84/85. നമ്മൾ എന്ത് ചെയ്തു? ഈ സൈനിനെയും കോസിനെയും ഒക്കെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? ടാനിലേക്ക് കൺവേർട്ട് ചെയ്തു. കാരണം എന്താ? ഇങ്ങനെ ചെയ്യാൻ നമുക്ക് റിസൾട്ട് ഇല്ല. ഇൻവേഴ്സിൽ നമ്മൾ ഇങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടില്ല. നമ്മുടെ ഇൻവേഴ്സിലെ റിസൾട്ട് എന്തായിരുന്നു? tan inverse x minus tan inverse y ആണ്. ആ ഫോർമുലയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 3 റൈറ്റ് ട്രയാങ്കിൾ അസ്യൂം ചെയ്തു. അതിൽ നമ്മൾ ടാനിലേക്ക് എത്തി. then അത് കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് ഉണ്ട് tan inverse x minus tan inverse y. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? LHS equal to RHS കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്ന് എഴുതിട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22 and 23. രണ്ട് ക്വസ്റ്റ്യനാണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇതേ മോഡൽ ക്വസ്റ്റ്യൻ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 22ാം ക്വസ്റ്റ്യൻ പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് sin inverse 15/13 plus cos inverse 3/5 is equal to tan inverse 63/16 ആണ്. ഈ രണ്ട് സൈനിനെയും കോസിനെയും നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും? ടാനിലേക്ക്. എങ്ങനെ കൺവേർട്ട് ചെയ്യും? നേരെ നമ്മൾ ചെയ്തല്ലോ, റൈറ്റ് ട്രയാങ്കിൾ വെച്ച് രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് ടാനിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്യും? tan inverse x plus tan inverse y എന്ന ഫോർമുല നമുക്ക് അറിയാം. അത് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. ഇതിന്റെ RHS ടാനിൽ തന്നെയാണ്. അപ്പൊ RHS കൺവേർട്ട് ചെയ്യാൻ ഇല്ല. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് 2 sin inverse 3/5 is equal to tan inverse 24/7. ഓക്കെ, ഇത് എളുപ്പമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 sin inverse, രണ്ട് sin inverse എന്ന് പറഞ്ഞാൽ sin inverse 3/5 plus sin inverse 3/5 എന്ന് എഴുതാം. then റൈറ്റ് ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? ടാനിലേക്ക് കൺവേർട്ട് ചെയ്യും. then നമ്മൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്യും? tan inverse x plus tan inverse y എന്ന ഫോർമുല തന്നെ അപ്ലൈ ചെയ്താൽ ഉത്തരം റെഡി അല്ലേ? ഈ 2 sin inverse 3/5 എങ്ങനെ കൺവേർട്ട് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാം? sin inverse 3/5 plus sin inverse 3/5 ചെയ്തു. then sin നെ എന്തിലേക്ക് മാറ്റും? ടാനിലേക്ക് കൺവേർട്ട് ചെയ്യും. ബാക്കി നമ്മൾ ആ അറിയുന്ന ഫോർമുല തന്നെ അപ്ലൈ ചെയ്താൽ ഉത്തരം റെഡിയാവും. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? then next 24ാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് tan inverse x minus 1 by x minus 2 plus tan inverse x plus 1 by x plus 2 which is equal to pi/4. എന്താ ചെയ്യാൻ പറഞ്ഞത്? x ന്റെ വാല്യൂ കാണാനാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് x ആണ്, ഇത് y ആണ്. നമുക്കറിയാം tan inverse x അല്ലേ? tan inverse x plus y. അപ്പോൾ എന്താ? x minus 1 by x minus 2 plus x plus 1 by x plus 2 divided by 1 minus x minus 1 into x plus 1 by x minus 2 into x plus 2. Idea clear അല്ലേ? Okay, which is equal to നോക്കാം pi/4. tan inverse പറഞ്ഞോ ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ x minus 1 into x plus 2 then plus x plus 1 into x minus 2 അല്ലേ? ഇങ്ങോട്ട് ക്രോസ് divided by x minus 2 into x plus 2. okay, all divided by 1 into x എന്താ? x minus 1 into a minus b into a plus b എന്നാ a square minus b square. അപ്പോൾ അതേ ഫോർമുല അവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ എന്താ? a minus b into a plus b എന്നാ. അപ്പോൾ x minus 2 into x plus 2 എന്താ? x square x square minus 2 square now. x square minus 2 square. then അപ്പോൾ ഇവിടെ എന്ത് ക്രോസ് ചെയ്യുമ്പോൾ x square minus 2 square ആണ് എത്ര? 4 അല്ലേ? ഓക്കേ, മൈനസ് ഇവിടെ എന്ത്? x square minus 1 square 1 തന്നെ. ഓക്കേ, ഡിവൈഡഡ് ബൈ x minus 2 into x plus 2. ഐഡിയ ക്ലിയർ ആണോ? ചെയ്തത് ക്ലിയർ അല്ലേ? ശരിക്കും നോക്കണേ. എന്താ ചെയ്തത് ഞാൻ? ഈ x square minus 4 എങ്ങനെ വന്നു?
x minus 2 into x plus 2 a minus b into a plus b ആണ് എന്താണ് a square minus b square. അപ്പോൾ x square minus b square ആണ് 4. ഈ മൈനസ് ആണിത് x minus 1 into x plus 1 ആണ് എന്താണ് x square minus 1 into square 1 ആണ്. ഓക്കേ, ഈ താഴെ ഞാൻ ഇതന്നെ എഴുതി. ഇനി വേണമെങ്കിൽ ഇവിടെ x square minus 4 എന്ന് എഴുതാം. ഞാൻ ഇത് കട്ട് ചെയ്യാച്ചിട്ട് എഴുതിയതാണ് ഇതുപോലെ കേട്ടോ. ഓക്കേ, ഈ ബാലൻസ് ഇവിടെ ഇൻഡു ചെയ്യുമ്പോൾ പറയും x into x എന്താണ് x into x x square, then x into 2 2x, again minus 1 into x minus x minus 2 plus x into x x square minus 2x plus x, then minus 2. Idea clear alle? Then all divided by x square minus 4 minus x square plus 1 alle, minus into minus ana plus 1 ആണ്. ക്ലിയർ? ഈ ബാലൻസ് പറ. ഈ നമുക്ക് എന്ത് ചെയ്യാം, ഒരേപോലുള്ള മൈനസ് എക്സ് ക്യാൻസൽ പ്ലസ് എക്സ് ക്യാൻസൽ, then 2x ക്യാൻസൽ മൈനസ് 2x ക്യാൻസൽ. ഓക്കേ, താഴെ ആരാ ഉള്ളത്? x സ്ക്വയർ ക്യാൻസൽ മൈനസ് x സ്ക്വയർ ക്യാൻസൽ. ബാലൻസ് ആരാ ഉള്ളത്? ഓക്കേ, ഇവിടെ കാര്യം y/4 ഉണ്ട് കേട്ടോ. ഓക്കേ, ബാലൻസ് പറ. tan ഇൻവേഴ്സ് x സ്ക്വയർ, എത്ര x സ്ക്വയർ? x സ്ക്വയർ 2x സ്ക്വയർ. So 2x square minus 2 ആണ് minus 4 divided by താഴെ minus 4 plus 1 ആണ് minus 3 which is equal to pi by 4. വളരെ പെട്ടെന്ന് കിട്ടി. ഈ tan inverse അങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് വന്നു? 2x square minus 4 by minus 3 equal to tan pi by 4. എന്തായിരുന്നു tan pi by 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 2x square minus 4 by minus 3 equal to 1. 2x square minus 4 equal to minus 3. Again 2x square equal to minus 3 plus 4. Then 2x square equal to plus 1. X square equal to 1 by 2. X is equal to plus or minus 1 by root 2. ഇതെല്ലാം റെഡി അല്ലേ? ശ്രദ്ധിക്കൂ, ശരിക്കും നോക്കൂ. സോൾവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. tan inverse x minus 1 by x minus 2 plus tan inverse x plus 1 by x plus 2 equal to pi by 4. x plus y ഇക്വേഷൻ ഫോർമുലയിൽ അപ്ലൈ ചെയ്തു equal to pi by 4. ഇവിടെ ക്രോസിംഗ് ആണ്, അത് ചെയ്തു. ഇവിടെ പിന്നെ ചില ആളുകൾക്ക് ഡൗട്ട് തോന്നുക a minus b into a plus b ആണ് എന്താ? a square minus b square ആണ്. അതാണ് ഇവിടെ. ഓക്കേ, x minus 2 into x plus 2 ആണ് x square minus 4. അത് ക്രോസ് ചെയ്തു. ഈ മൈനസ് ആണ്, ഈ മൈനസ്. ഈ x minus 1 x plus 2 ന്റെ x square minus 1 അത് അതുപോലെ ഡിവൈഡഡ് ബൈ ഈ x minus 2 x plus 2 കട്ട് ചെയ്ത് ബാലൻസ് പിന്നെ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് പ്ലസ് മൈനസ് ഉള്ളത് കട്ട് ചെയ്ത് ബാലൻസ് അങ്ങനെ എടുത്ത് എഴുതി. അതാണ് 2x square minus 4 by minus 3 equal to pi by 4. ഈ tan ഇൻവേഴ്സ് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? tan ഇൻവേഴ്സ് അല്ലാതായി. അതാണ് tan pi by 4 ആയി. ക്ലിയർ അല്ലേ? tan pi by 4 ന്റെ വാല്യൂ 1 ആണ്. പിന്നെ അതിൽ നിന്ന് x ന്റെ വാല്യൂ കണ്ടെത്തി. അപ്പോൾ x ന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 by root 2 എന്ന് വരും. കാരണം x സ്ക്വയർ റൂട്ട് സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ എന്താ? റൂട്ട് ആകും. ഓക്കേ, അപ്പോൾ ആൻസർ എഴുതി നോക്കുക. ക്ലിയർ ആണോ നോക്കുക. അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പ് നോക്കുക. ഓക്കേ, അപ്പോ 25ാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് tan inverse 1 minus x by 1 plus x which is equal to 1 by 2 tan inverse x. ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? x ന്റെ വാല്യൂ കണ്ടെത്തണം. ഓക്കേ, അപ്പോൾ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഞാൻ ഒന്നും കൂടി ചെയ്യാൻ പോണത് 1 by 2 നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ എന്തെന്ന് പറ. 2 tan inverse 1 minus x by 1 plus x equal to tan inverse x. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കേ, ഇനി നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ ഇത് മൊത്തത്തിൽ x ആണെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ട് 2 tan inverse x is equal to tan inverse 2x by 1 minus x square. ഇതിന്റെ റിസൾട്ട് നമ്മൾ തുടക്കത്തിൽ ഫോർമുല ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കുക, അതുപോലെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ നോക്കിക്കോ, 2 tan inverse x is equal to tan inverse 2x. അപ്പോൾ 2 × ഇവിടെ x ആരാ? 1 minus x by 1 plus x. ഓക്കേ, ഐഡിയ ക്ലിയർ അല്ലേ? ഇതാണ് 2x. ഓക്കേ, ഇത്രയും കാര്യം. ഓക്കേ, then by 1 minus x square 1 minus x by 1 plus x whole square which is equal to tan inverse x. then അപ്പുറത്ത് ഒരുപോലെ കണ്ടാ വെട്ട അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ പെട്ടി tan inverse ടാനും പെട്ടി. ശരിക്കും tan inverse അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്നാണ് tan ആണ്, അങ്ങനെ വെട്ടി. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് വെട്ടി.
ഈ ബാലൻസ് എന്താണെന്ന് പറയാം 2 into 1 minus x by 1 plus x divided by 1 minus x square by 1 plus x square. Square ഞാൻ സെപ്പറേറ്റ് കൊടുത്തു. ഇവിടെ ആയിരുന്നു x. Then ഇവിടെ ക്രോസ് ചെയ്യൂല. അപ്പോൾ എന്താ പറയുക 2 ക്രോസ് ചെയ്യുമ്പോൾ ബാക്കി ഇതാ പറയുന്നത്. ക്രോസ് ചെയ്യുമ്പോൾ 2 into 1 minus x by 1 plus x divided by 1 plus x whole square into ക്രോസ് ചെയ്യുമ്പോൾ 1 1 plus x square minus 1 minus x whole square by 1 plus x whole square equal to x. ഇത് കട്ട് ഇതിനൊന്ന് കട്ട്. Okay. Then 2 into 1 minus x. വളരെ എളുപ്പമാണ്. ഈ 1 plus x നേരെ മുകളിൽ പോയിട്ടുണ്ടാവും. അതാണ് ഈ 1 plus x. ഡിവൈഡഡ് ബൈ താഴെയുള്ളത് a plus b whole square അല്ലേ? അല്ലേ? ഇവിടെ എന്താ പറഞ്ഞോളൂ. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പറയാം. 1 ന്റെ സ്ക്വയർ 1 plus 2ab plus b square minus minus ഇതിന്റെ ബ്രാക്കറ്റ് എടുത്തപ്പോൾ എന്താണ് 1 സ്ക്വയർ 1 minus 2ab plus b square ക്ലിയർ അല്ലേ? equal to x. a minus b into a plus b a square minus b square 2 into 1 minus x square by ഇവിടെ ബ്രാക്കറ്റ് 1 plus 2x plus x square minus 1 plus 2x minus x square equal to x. Okay, plus 1 minus 1 കട്ട് minus x square plus x square കട്ട് മുകളിൽ എന്തായി 2 minus 2x square മുകളിൽ വന്ന് താഴെ 2x plus 2x എന്നാൽ 4x ആയി equal to x എന്നല്ല വന്ന്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണ്. ഇനി എന്ത് ചെയ്യും നമ്മൾ ക്രോസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും 2 minus അല്ലേ? അപ്പോൾ നോക്കുക 2 minus 2x square 2 minus 2x square equal to 4x into x ആണ് 4x square. Okay, 2 is equal to ഈ minus 2x square ആണ് പോകുമ്പോൾ എന്തായി plus 2x square. ടോട്ടൽ എത്ര x square ആയി 6x square. അപ്പോൾ x square equal to എന്തായി 2/6 എന്നായി. x square equal to 2/6. then x square ഒന്നും കൂടി ഇതിനെ ചെറുതായി 1/3. x is equal to plus or minus 1/√3. ഇത്രയായില്ലേ? x ന്റെ വാല്യൂ കാണാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. എന്താണ് പറഞ്ഞത്? സോൾവ് tan inverse 1 minus x by 1 plus x is equal to 1/2 tan inverse x. നമ്മൾ എന്ത് ചെയ്തു? ഈ 1/2 നെ നേരിട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇൻടു ആയി 2 tan inverse 1 minus x by 1 plus x ആയി. ഇത് ഏത് മോഡലാണ്? 2 tan inverse x 2 tan inverse x നുള്ള ഇക്വേഷൻ എന്താ? tan inverse 2x by 1 minus x square. അപ്പോൾ ഇവിടെ x ഉള്ളോടത്ത് 1 minus x by 1 plus x ഈ ഒരു റിസൾട്ടിലെ x ന്റെ സ്ഥാനത്ത് 1 minus x by 1 plus x നമ്മൾ കൊടുത്തു. then എന്നിട്ട് എന്ത് ചെയ്തു? ദാ tan inverse കട്ട് ചെയ്ത് ബാക്കി ക്രോസിംഗ് ആണ്. ക്രോസിംഗ് സ്ക്വയർ സെപ്പറേറ്റ് കൊടുത്തു. അഗൈൻ ഇവിടെ എന്താണ് ക്രോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? a minus b a plus b എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 plus x മുകളിലേക്ക് പോകും. then ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് 1 plus x square 1 minus x square എക്സ്പാൻഡ് ചെയ്തതാണ്. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്ത് then ക്രോസ് ചെയ്ത് x ഉള്ള ഒരു ഭാഗത്തേക്ക് കോൺസ്റ്റന്റ് ഒക്കെ വേറെ സൈഡ് ആക്കി then x ന്റെ ഇക്വേഷൻ കണ്ടെത്തി 1/√3. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓരോ സ്റ്റെപ്പും